ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 3 വർഷത്തിൽ ഒരിക്കൽ വരുന്ന പുരുഷോത്തമ പൗർണമിയാണ് നാളെ. വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ശനിയാഴ്ചയോടും വിശാഖം നക്ഷത്രത്തോടും കൂടിച്ചേർന്ന് വന്നിരിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു പൗർണമിയാണ്. നാളത്തെ ദിവസം നിങ്ങൾ ഈ ഒരേ ഒരു തെറ്റു മാത്രം ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന പൂജകളുടെയും പ്രാർത്ഥനകളുടെയും ഫലം നമുക്ക് ലഭിക്കില്ല. അതുമാത്രവുമല്ല, നാളെ ചൊല്ലേണ്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി വൈകാശി വിശാഖമാണ് നാളെ. വിശാഖം നക്ഷത്രം ഇന്ന് 10:30 തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ശിവപാർവതിമാരെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് എന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് പോയി കണ്ട് ഇന്ന് വൈകുന്നേരം ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ കഴിപ്പിക്കാനായിട്ട് മറക്കരുത്. അതിനുശേഷം വേണം നാളെ നമുക്ക് നമ്മുടെ മുരുക ഭഗവാനെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നാളത്തെ പുരുഷോത്തമ പൗർണമിയെക്കുറിച്ചാണ് പറയുന്നത്. പൗർണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും ചന്ദ്രഭഗവാനെയുമാണ് നമ്മൾ അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നത്. പുരുഷോത്തമ മാസം അത് ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ വരുന്ന പൗർണമിക്ക് മറ്റുള്ള മാസങ്ങളിൽ വരുന്ന പൗർണമിയെ അപേക്ഷിച്ച് 1000 ഇരട്ടി മടങ്ങ് ഫലം കിട്ടും. ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന, പൂജ, വഴിപാടുകൾ ഇവയ്ക്കും നമുക്ക് 100% ഫലം കിട്ടും. 33 ദീപങ്ങൾ, അതായത് ഈ ഒരു പുരുഷോത്തമ മാസത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള 33 ദീപങ്ങൾ നിങ്ങൾ ഇതുവരെ തെളിയിച്ചിട്ടില്ലെങ്കിൽ നാളെ പൗർണമിയിൽ ലക്ഷ്മി സമേത മഹാവിഷ്ണു ഫോട്ടോയ്ക്ക് മുൻപിലോ അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ തുളസി ചുവട്ടിലോ കൊളുത്താവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ പൗർണമി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. തിഥിയുടെ ആരംഭം നാളെ ശനിയാഴ്ച മെയ് മാസം 30-ാം തീയതി രാവിലെ 11:54 കൂടിയിട്ടാണ്. തിഥിയുടെ അവസാനം എന്ന് പറയുന്നത് മെയ് 31. ശനിയാഴ്ച തുടങ്ങിയിട്ട് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:14 കൂടിയിട്ട് അവസാനിക്കും. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാസത്തിൻ്റെ ഒടുക്കവും തുടക്കവും പൗർണമി, അമാവാസി പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അന്നത്തെ ദിവസം വളരെ വളരെ പവിത്രമായിരിക്കും എന്നുള്ളത്. അപ്പം നാളെ കഴിഞ്ഞും വളരെ വളരെ പവിത്രമാണ്. ഇപ്പം നമ്മൾ സാധാരണ പൗർണമി പൂജകളൊക്കെ രാത്രിയാണ് ചെയ്യുന്നത്. വിളക്ക് പൂജ, സത്യനാരായണ പൂജ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ വൈകിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നാളെ ഇപ്പോൾ വൈകാശി വിശാഖമായതുകൊണ്ട് തന്നെ മുരുക ഭഗവാന് വേണ്ടിയിട്ട് എല്ലാവരും വ്രതം എടുക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു വ്രതം അങ്ങനെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വിളക്ക് പൂജയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വിളക്ക് പൂജ ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ മാസം ഞാൻ ചെയ്ത വിളക്ക് പൂജയാണ്. അപ്പോൾ നമ്മൾ, അതായത് ഐശ്വര്യ വിളക്ക് പൂജ, നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പൂജ. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നവരാണെങ്കിൽ സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു 10-15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൂജ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം സത്യനാരായണ പൂജയാണ്. സത്യനാരായണ പൂജയും പ്രത്യേകിച്ച് ഈ ഒരു പുരുഷോത്തമ മാസത്തിലെ ഏകാദശി, പൗർണമി പോലുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നത് വളരെ വളരെ ഓസ്പീഷ്യസ് ആണ്. ഇതാണ് സത്യനാരായണ പൂജ. ഇത് ഞാൻ എല്ലാ പൗർണമിയിലും ചെയ്യുന്നതാണ്. അപ്പം ഇതും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നാളത്തെ ദിവസം ചെയ്യാവുന്നതാണ്. ഞാൻ വീഡിയോ ആയിട്ട് ഇതുവരെയായിട്ടും ഇട്ടിട്ടില്ല. ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പം സത്യനാരായണ പൂജ ചെയ്യുന്നതും നാളെയാണ്. നാളെ രാത്രി ഒരു 7 മണിക്ക് ശേഷം, അതായത് ആകാശത്ത് ചന്ദ്രൻ വന്നതിന് ശേഷം. ഇപ്പോൾ നാട്ടിലൊക്കെ മഴയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 7 മണിക്ക് ശേഷം നമുക്ക് സത്യനാരായണ പൂജ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ തരും. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനൊക്കെ സത്യനാരായണ സ്വാമിയുടെ പൂജ നമ്മളെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ മാസവും പറയുന്നതാണ്, വെറ്റിലയിൽ സ്വസ്തിക് വരച്ച് അതിൽ നമ്മൾ വെള്ളി നാണയം വെച്ചിട്ടുള്ള പരിഹാരം. വെള്ളി നാണയം അല്ലെങ്കിൽ 5 രൂപ നാണയമാണെങ്കിലും മതി. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു വെറ്റില എടുക്കണം. അതിൽ മഞ്ഞൾ,
പച്ചക്കർപ്പൂരം, കുങ്കുമപ്പൂവ്, ജവ്വാത് ഇതൊക്കെ ചേർത്ത് റോസ് വാട്ടർ അല്ലെങ്കിൽ ശുദ്ധമായ ജലം കൊണ്ട് മിക്സ് ചെയ്ത് നമ്മൾ സ്വസ്തിക് വരയ്ക്കുന്നു. ആ സ്വസ്തിക്കിന് മുകളിൽ ഞാനിവിടെ വെള്ളി നാണയമാണ് വെക്കുന്നത്. വെള്ളി നാണയം അല്ലെങ്കിൽ 5 രൂപയുടെ കോയിൻ നമുക്ക് വെക്കാവുന്നതാണ്. അത് നമ്മൾ പൗർണമി ലക്ഷ്മി പൂജയിൽ വെക്കണം. ഇനി നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്കിനടുത്തായിട്ട് ഇത് വെച്ചതിന് ശേഷം അവിടെ ഇരുന്ന് മഹാലക്ഷ്മിയുടെ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കണം. പൗർണമി പൂജ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്നുള്ള മന്ത്രം ഒരു 27 പ്രാവശ്യം ചൊല്ലിയിട്ട് ആകാശത്ത് ചന്ദ്രൻ വന്നു കഴിയുമ്പോൾ ചന്ദ്രൻ്റെ നിലാവിൽ നമ്മളിത് കൊണ്ടുപോയി വെക്ക് എനർജൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലാവ് ഏറ്റ് ഈ ഒരു കോയിൻ അത് എനർജൈസ് ആവുന്നു. പിറ്റേ ദിവസം നമ്മളത് മടക്കിയെടുത്ത് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കുന്നു. അപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, സൂര്യവെളിച്ചം ഇതിൽ വീഴരുത്. ഏകദേശം വെളുപ്പിന് ഒരു 5:30 തന്നെ, അതായത് ഇപ്പോൾ ശനിയാഴ്ച രാത്രി നമ്മൾ വെച്ചാൽ ഞായറാഴ്ച അതിരാവിലെ 5:30 തന്നെ ഇത് ഇങ്ങനെ വെറ്റിലയോടുകൂടി മടക്കി നമുക്ക് വെക്കാം. വെറ്റില പൊട്ടുകയൊന്നുമില്ല. കാരണം അത്രയും നേരം വെറ്റില ഇരുന്ന് നമ്മൾ ഈ വാഴയിലയൊക്കെ അടുപ്പിൽ വെച്ച് വാട്ടിയെടുക്കുമ്പോൾ എങ്ങനെ വരും അതേ ഒരു ഫീല് ഈ വെറ്റിലയ്ക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഫോൾഡ് ചെയ്ത് വെക്കാൻ എളുപ്പമായിരിക്കും. എല്ലാ മാസവും നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം. വെറ്റില നമുക്ക് കാൽപ്പെടാത്ത എടുത്ത് കളഞ്ഞിട്ട് പുതിയ വെറ്റില എടുത്ത് ഇതുപോലെ സ്വസ്തിക്ക് വരച്ച് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം. ഭയങ്കരമായിട്ട് നമുക്ക് ധനവരവിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പരിഹാരം. അപ്പം അബ്രോഡൊക്കെ താമസിക്കുന്നവർ, വെറ്റില കിട്ടാനില്ലാത്തവർ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നു, വെറ്റില കിട്ടില്ല ചേച്ചി, അതിന് പകരം ഞങ്ങൾ എന്ത് ചെയ്യും? ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒറ്റ വേ ഉള്ളൂ. നമ്മൾ റെഡ് കളറിലെ പട്ടുതുണി, സിൽക്കിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ റെഡ് കളറിലെ, അത് മേടിക്കണം. ഇനി പട്ടുതുണി മേടിക്കാൻ പറ്റില്ല, സിൽക്ക് കിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നോർമലായിട്ടുള്ള കോട്ടൺ റെഡ് കളർ മതിയാവും. അതൊരു ചെറിയ സ്ക്വയർ പീസായിട്ട് മുറിച്ചെടുക്കുക. ഇതേ രീതി പ്രൊസീജിയറൊക്കെ ഇത് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ലക്ഷ്മി ദേവിയുടെ പൂജയ്ക്കടുത്ത് അല്ലെങ്കിൽ നിലവിളക്കിന് അടുത്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ അത് ചന്ദ്രവെളിച്ചം കൊള്ളുന്നത് പോലെ വെളിയിൽ കൊണ്ടുവെക്കുന്നു. പറന്നു പോകാതെയൊക്കെ നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ കാറ്റിൻ്റെ സമയമൊക്കെയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു ഇത് പറന്നു പോവാതെ അതിൻ്റെ മുകളിൽ വെക്കാം. പക്ഷേ നാണയം മറഞ്ഞു പോവരുത്. നമ്മൾ വെക്കുന്നൊരു വസ്തു കൊണ്ട് നാണയം മറഞ്ഞു പോവരുത്. അതിനുശേഷം പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അതെടുത്ത് ഫോൾഡാക്കി നമുക്ക് നമ്മുടെ, ഇപ്പോൾ തുണി ആയതുകൊണ്ട് നമുക്ക് കിഴിയായിട്ട് കെട്ടിയിട്ട് നമ്മുടെ ക്യാഷ് വെക്കുന്ന ക്യാഷ് ബോക്സിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയാവും. വളരെ പവറുള്ളതാണ്. ഈ രണ്ടാമത്തെ കാര്യം 33 ദീപ പൂജയാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് 33 ദീപങ്ങൾ കൊളുത്താവുന്നതാണ്. അതായത് ഇപ്പോൾ പഞ്ഞിത്തിരി ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്ത് ചെറുതായിട്ട് പിരിച്ച് 33 ദീപമാക്കുക. അതിനുശേഷം ഒരു ചെറിയ മൺവിളക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബ്രാസിൻ്റെ വിളക്ക്, മൺവിളക്കാണ് ഏറ്റവും നല്ലത്. അതിൽ നെയ്യൊഴിച്ച് ഈ തിരി ഒരുമിച്ച് ഇതുപോലെയാക്കി ഒന്നിച്ച് പിരിച്ചെടുത്ത് നെയ്യൊഴിച്ച് ദേവിക്ക് മുൻപിൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് മുൻപിൽ കൊളുത്തുക. 33 ദീപം അവിടെ റെഡിയാകും. അപ്പോൾ അതാണ് 33 ദീപത്തിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പൗർണമിയിൽ എല്ലാ മാസവും ചെയ്യുന്ന കാര്യങ്ങൾ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിലോട്ട് അല്ലെങ്കിൽ ചാനലിലോട്ട് നമ്മുടെ കുടുംബത്തിലോട്ട് പുതിയതായിട്ട് വന്നതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം നാളത്തെ പൗർണമിയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യണം. നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും അമ്മയ്ക്ക് നമുക്ക് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുന്നതും സാരി സമർപ്പിക്കുന്നതും അതേപോലെ മുല്ലപ്പൂ സമർപ്പിക്കുന്നതുമൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. നാളത്തെ ദിവസം അന്നദാനം ചെയ്യുന്നത് അതിലും ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് വൈകാശി വിശാഖമായതുകൊണ്ട് നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പെഷ്യലി നാളെ ശനിയാഴ്ചയാണ്. ഇനിയിപ്പോൾ വ്യാഴമാറ്റം വരാൻ പോകുന്നു. സോ നമുക്ക് അനുകൂലവും പ്രതികൂലവുമാകാം വ്യാഴമാറ്റം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ അത് ബാധിക്കാതിരിക്കാൻ, അനുകൂലമാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ടും, പ്രതികൂലമാണെങ്കിൽ ആ പ്രതികൂല സ്ഥിതി മാറിപ്പോകാൻ വേണ്ടിയിട്ടും നാളത്തെ ദിവസം പ്രാർത്ഥനയോടുകൂടി അന്നദാനം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഇനി നാളെ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. മഹാലക്ഷ്മി പൂജകൾ നാളെ ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ മഹാലക്ഷ്മി ദേവിയെ നന്നായി ഒരുക്കി, ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അമ്മയ്ക്ക് പൂക്കളൊക്കെ സമർപ്പിച്ച്, പ്രത്യേകിച്ച് ഈ ഒരു മാസം മഹാലക്ഷ്മി പൂജ എപ്പോൾ ചെയ്യുമ്പോഴും നമ്മൾ ഒപ്പം തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനെയും കൂടെ വെച്ച് ചെയ്യുന്ന പൂജ വളരെ ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി സമേത മഹാവിഷ്ണു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വെക്കുക. വെങ്കടേശ്വര സ്വാമിയും ലക്ഷ്മിയും ഒന്നിച്ചുള്ള ഫോട്ടോയാണെങ്കിലും മതി. അങ്ങനെയല്ല, ലക്ഷ്മി ദേവിയുടെ കുഞ്ഞു വിഗ്രഹമാണെങ്കിൽ അതിനടുത്ത് ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ മഹാവിഷ്ണുവിൻ്റെ ഉള്ളത് അതും കൂടി വെച്ച് മഹാവിഷ്ണുവിന് നമുക്ക് തുളസിമാലയും ലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂക്കളോ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പൂക്കളോ വെച്ച് പൂജ ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പം ലക്ഷ്മി ദേവിക്ക് മുൻപിൽ ഈ പറഞ്ഞാൽ 33
ഇതുവരെ കൊളുത്താത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 33 ദീപം കൊളുത്തുക. അങ്ങനെയല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കാം. ഇപ്പോൾ അഷ്ടലക്ഷ്മി വിളക്കൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും. അത് കൊളുത്തി വെച്ചാൽ അതേപോലെ തന്നെ നെല്ലിക്ക കിട്ടുന്നവർക്ക് ദേവിക്ക് മുൻപിൽ നെല്ലിക്കാ ദീപം നാളെ കൊളുത്താവുന്നതാണ്. ഇതൊക്കെ കൊളുത്തി വെക്കണം. കൊളുത്തി വെച്ചതിന് ശേഷം കോടീശ്വര യോഗത്തിന് സമർപ്പിക്കേണ്ടുന്ന വസ്തുക്കൾ നമുക്ക് നാളെ സമർപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ സമർപ്പിച്ച് ആദ്യം തന്നെ ലക്ഷ്മി നാരായണന്മാരെ കൈയെടുത്ത് കുമ്പിട്ട് ഓം ശ്രീ ലക്ഷ്മിനാരായണായ നമ, ഓം ശ്രീ ലക്ഷ്മിനാരായണായ നമ, ഓം ശ്രീ ലക്ഷ്മിനാരായണായ നമ എന്നുള്ളത് 3 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. അതിനുശേഷം ധനവരവുണ്ടാക്കി തരണമെന്നും ധനവരവിൽ പുരോഗതി ഉണ്ടാക്കി തരണമെന്നും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല ബിസിനസ്സുകൾ കൂടുതൽ കിട്ടാൻ അനുഗ്രഹിക്കണമെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അമ്മയോട് പ്രാർത്ഥിക്കാവുന്നതാണ്. അതായത് ലക്ഷ്മി സമേത മഹാവിഷ്ണുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ 108 പ്രാവശ്യം അവിടെ ഇരുന്ന് ജപിക്കണം. ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും ചന്ദ്രഭഗവാനെയും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈ ഒരു മന്ത്രമെന്ന് പറയുന്നത്. മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, നിങ്ങളെ ചൊല്ലിയും കേൾപ്പിക്കാം. മന്ത്രം ഇതാണ്: ഓം സോം ശ്രീം ക്ലീം ചന്ദ്രലക്ഷ്മിയേ നമഃ. ഓം സോം ശ്രീം ക്ലീം ചന്ദ്രലക്ഷ്മിയേ നമഃ. സോം എന്നുള്ളത് ചന്ദ്രഭഗവാനെയാണ് കുറിക്കുന്നത്. ശ്രീം എന്നുള്ളത് മഹാലക്ഷ്മി, ക്ലീം എന്നുള്ളത് സാക്ഷാൽ മഹാവിഷ്ണുവിനെയും കുറിക്കുന്ന മന്ത്രം. പിന്നെ ചന്ദ്രലക്ഷ്മി, ലക്ഷ്മി സഹോദരി, അതായത് നമ്മുടെ ചന്ദ്രഭഗവാന്റെ സഹോദരിയാണ് സാക്ഷാൽ മഹാലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മന്ത്രം 108 പ്രാവശ്യം ചൊല്ലി ദീപധൂപ ആരതിയൊക്കെ കാണിച്ചതിന് ശേഷം വെളിയിൽ പോയി ചന്ദ്രഭഗവാൻ വന്നിട്ടുണ്ട്. ചന്ദ്രഭഗവാനെ കാണുമെങ്കിൽ നിങ്ങൾ ഈ ഒരു വെറ്റില നാണയ പരിഹാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിലാവിൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുവച്ച് ചന്ദ്രഭഗവാന് ധൂപ ദീപ ആരതിയൊക്കെ എടുത്ത് അർഘ്യം കൊടുക്കുന്നവർക്ക് അതൊക്കെ കൊടുക്കാവുന്നതാണ്. അർഘ്യം കൊടുക്കുന്നത് നമ്മളൊരു ചെമ്പിൽ, അതായത് കോപ്പർ അല്ലെങ്കിൽ ബ്രാസിൻ്റെ ചെമ്പിൽ, കിണ്ടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി, പാലെടുത്തിട്ട് അതിൽ വെള്ളവും കൂട്ടി മിക്സാക്കി ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്ന് പറഞ്ഞ് തന്നെ ഭഗവാന് നമുക്കത്, അതായത് ചന്ദ്രഭഗവാന് നമുക്കത് സമർപ്പിക്കാവുന്നതാണ്. ശേഷം ധൂപദീപ ആരതിയൊക്കെ എടുത്ത് കൈയെടുത്ത് കുമ്പിട്ട് ചന്ദ്രഭഗവാന്റെ ഐശ്വര്യം, ഭഗവാൻ ഓരോ ദിവസവും വളർന്ന് വലുതാകുന്നത് പോലെയുള്ള ഐശ്വര്യം ഞങ്ങൾക്ക് തരണമെന്നും പ്രാർത്ഥിക്കുക. അതേപോലെ ചന്ദ്രനെ നോക്കി നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാവുന്നതാണ്. ഒരുപാട് പേര് അതിന് നല്ല ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. അതായത് ചന്ദ്രനെ നോക്കി ഒരു ലളിതാ സഹസ്രനാമ ജപം അവർക്ക് ഒരുപാട് മനസ്സന്തോഷം കൊടുക്കുന്നു, നല്ല ഐശ്വര്യങ്ങൾ തരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതുവരെയായിട്ടും അത് ചെയ്യാത്തവർ, ചൊല്ലാൻ അറിയാത്തവർ ഫോണിൽ പ്ലേ ചെയ്ത് വെച്ചിട്ട് ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചാലും മതിയാവും. നമുക്ക് കാമാക്ഷി ദേവിയെ ചന്ദ്രനിൽ കാണാൻ സാധിക്കും. നമ്മുടെ മനസ്സ് എത്രമാത്രം ഫോക്കസ് ചെയ്താണോ നമ്മൾ ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്, തീർച്ചയായും നമുക്ക് ദേവിയെ തന്നെ ആ ചന്ദ്രബിംബത്തിൽ തെളിഞ്ഞു കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ചന്ദ്രപ്പൊങ്കാല ഇടുന്നവർ നാളെയാണ്, അതായത് ആകാശചന്ദ്രൻ വന്നതിന് ശേഷം വെളിയിൽ വെച്ച് ചന്ദ്രന് പൊങ്കാലയിട്ട് സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം വീട്ടിലുള്ള എല്ലാവർക്കും അത് കഴിക്കാവുന്നതാണ്. നാളത്തെ ദിവസം കഴിയുന്നതും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. തീർച്ചയായും വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പൗർണമിയാണ് നാളെ. മിസ്സാക്കരുത്. പീരിയഡ്സ് ആയിട്ടിരിക്കുന്നവരൊക്കെ വിഷമിക്കുകയൊന്നും വേണ്ട. അന്നദാനമെങ്കിലും നാളത്തെ ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.